ഒന്നും അറിയാൻ കള്ളനെ പോലെ എത്ര പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ വീടറിയാം തൊട്ടപ്പെടുത്താം ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. മനസ്സിലായില്ലേ? ഒരു സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. ലക്ഷങ്ങൾ കിട്ടി സൂയിക്കല്ല. ലക്ഷങ്ങൾ ഇങ്ങനെ ഒരു ജോലിയില്ല. ജയസായാലും ആരെയും വിളിച്ചോ നിങ്ങളല്ലേ പറ. ആളില്ലെന്ന് വെച്ചാല് 8 രൂപയുടെ കൂട്ട് തുറക്കാൻ ആളില്ല. നമ്മൾ ഇവിടെ നിൽക്കേണ്ടത് അമ്പലത്തിലെ രാഷ്ട്രീയ അവസാനിപ്പിച്ചേക്കണം. ദേവസ്വം ബോർഡിലെ AC-ക്ക് പോലും ഇവിടെ വിലയില്ല. ഇവര് വിളിക്കുമ്പോ അവര് സ്റ്റാഫുകൾ എടുക്കുന്നില്ല ഫോണ്. വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല. ഇതുപോലെ വിഷയമുണ്ട്. വിഷയത്തിൽ ഇടപെട്ടില്ലേ പിന്നെന്താ? ഒരു മര്യാദ വേണ്ടേ? ഒരു AC ഇവിടെ 2-3 മണി എത്രയും പേര് കാത്തിരിക്കുക. ഞാൻ പറഞ്ഞത് മാഡം വിളിച്ചിട്ട് ആരും വന്നില്ലെങ്കിൽ മാഡത്തിന്റെ കഴിവുകേടായി കാണുക. മാഡത്തിന്റെ കഴിവുകേടാണ്. ഒരാളെ വിളിക്കുന്നത് അന്യമതത്തിന്റെ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിലാണെങ്കിൽ തടഞ്ഞു വെച്ചേക്കാണ്. 1.5 മണിക്കൂറായിട്ട് അവരും ബുദ്ധിമുട്ട്. ആളുകൾ വന്ന അന്യമതത്തിന്റെ ഒരു ആരാധനാലയത്തിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല. ഇത് ഹിന്ദുവിന്റെ ആയിട്ടാണ് ഇങ്ങനെ ഈ തോന്നിവാസം കാണിക്കുന്നത്. ഒരു മര്യാദ കാണിക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞതാണ് ഈ ദേവസ്വം ബോർഡിന്റെ ഓഫീസൊക്കെ പിടിച്ചെടുക്കണമെന്ന്. നമുക്ക് ക്ഷേത്രത്തിന്റെ നടവരവ് എടുക്കുന്ന പരിപാടി അവസാനിപ്പിക്കാൻ മാത്രം മതി. പോലീസ് അതനുസരിച്ച് ഈ ഭക്തജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടാത്ത തരത്തിൽ നമ്മളെ പ്രതിരോധം ശ്രദ്ധിക്കും. പോലീസിന് ഇതിനകത്ത് അധികാരമില്ല. ഇതൊരു സ്വയംഭരണ സ്ഥാപനമാണ് ദേവസ്വം ബോർഡ്. അതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ, വിജിലൻസ്, എല്ലാ തരത്തിലുള്ള സെക്യൂരിറ്റി അതിനകത്തുണ്ട്. ആ സെക്യൂരിറ്റി വൃന്ദത്തെ വെച്ചിട്ടാണ് ഈ തോന്നിവാസം കാണിക്കുന്നത്. വേറെ ഒരു ബാഹ്യശക്തികൾക്ക് ഇതിനകത്ത് ഇടപെടാൻ അധികാരമില്ല. ഇതിനകത്ത് ഇടപെടാനുള്ള അധികാരം ഭക്തജനങ്ങൾക്ക് മാത്രമാണ്, ഹിന്ദു സംഘടനകൾക്ക് മാത്രമാണ്. അതാദ്യം മനസ്സിലാക്കണം. സംരക്ഷിക്കാനുള്ള ബാധ്യത മാത്രമേ ഉള്ളൂ ദേവസ്വം ബോർഡ്. നമ്മളെ പൈസ മേടിച്ച് നമ്മളെ തന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ അത് ബുദ്ധിമുട്ടാണ്. ഇത് നമ്മുടെ ക്ഷേത്രത്തിൽ കൊടുക്കുന്ന പ്രസാദമാണ്. ഇത് തിടപ്പള്ളിയിലാണ് ചെയ്യേണ്ടത്. ആചാരപൂർവ്വം വളരെ വിശ്വാസത്തോടെ ഭക്തിയോടെ ക്ഷേത്ര തിടപ്പള്ളിയിൽ തയ്യാറാക്കേണ്ട പ്രസാദമാണ് കരിപ്രസാദം, ചന്ദനം. ഇതെല്ലാം ഇതിവിടെ ഗ്യാസ് കണക്ഷൻ ഉണ്ട്. ഇതെല്ലാം കെമിക്കൽ, ആസിഡ് അടക്കമുള്ള കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണമാണ്. ഇതാണ് ഈ വരുന്ന ഇവിടെ 3 മണിക്കൂറായി ഇവിടെ അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കം നിൽക്കുകയാണ്. ഒരു ഉദ്യോഗസ്ഥൻ, ഡെപ്യൂട്ടി കമ്മീഷണർ ഞങ്ങൾ ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ DGP വിളിക്കും, നിങ്ങൾ എന്തോ ചെയ്തത്. വളരെ നിരുത്തരവാദപരമായ ഡെപ്യൂട്ടി കമ്മീഷണർ സംസാരിച്ചത്. ഇവരുടെ കീഴുദ്യോഗസ്ഥൻ, AC-യുടെ കീഴുദ്യോഗസ്ഥനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിളിച്ചിട്ട് 3 മണിക്കൂർ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല. ഒരു ഉദ്യോഗസ്ഥൻ പറ്റില്ല. ഇത് വ്യക്തമായി ഭക്തജനങ്ങളെ, ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ്. നടപടി തുറന്ന് പരിശോധിച്ച് ഇതിന്റെ കെമിക്കൽ അടക്കം എന്തൊക്കെ ആസിഡാണോ, എന്ത് കുരുടാനാണോ, ഞാൻ പറഞ്ഞുതരാം. ഇത് തുറന്നാൽ ഇതിനകത്ത് കൈപ്പൊടി കണക്കുള്ള കാര്യം എന്തോ ആവാന്നാണോ ദേവസ്വം ബോർഡിന്? ഒരു 3 മണിക്കൂറായി സാറേ ഇവിടെ നിൽക്കാൻ വിളിച്ചിട്ട് ഫോൺ സമ്മതിച്ചു. ഇതിനൊരു തീരുമാനം എടുക്കാനുള്ള ഇതുണ്ടല്ലോ. തുറന്ന് പരിശോധിക്കുക. പ്രോപ്പർട്ടി അല്ലാത്തതുകൊണ്ട് എനിക്ക്
വന്നിട്ടില്ല സർ, വിളിച്ചിട്ട് ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല സർ. എയോയെ വിളിച്ചു, എന്നിട്ട് 25 കോൾസിലേക്ക് ആയിട്ടാണ് ഫോൺ എടുക്കുന്നത്. ഇപ്പൊ ഇവര് വന്ന് AC ഓഫീസിൽ വന്ന് പറഞ്ഞ ഒരു കംപ്ലൈന്റ് ആയിട്ടാണ്. അപ്പൊ എന്താണ് ഇവര് വീട് വന്നത്, എനിക്കും അത് സത്യമാണെന്ന് തോന്നിയിട്ടാണ് ഞാനത് വന്നപ്പോ ഇവിടെ ഇതാണ് അവസ്ഥ. ആദ്യം ഇത്രയും ആൾക്കാർ പക്ഷെ വിളിച്ചിട്ട് ആരും വരുന്നില്ല സർ, ആരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അത് മുഴുവൻ തന്നെ അല്ലല്ല അത് നമ്മൾ ചെയ്യാം. സാറേ ഇതിന്റെ കാര്യം 50-55 ക്ഷേത്രം, എത്ര ക്ഷേത്രമാണ് ഗ്രൂപ്പിലുള്ളത്? 54 ക്ഷേത്രത്തിന്റെ മുഴുവൻ കച്ചവടിയാണ് അസിസ്റ്റന്റ് കമ്മീഷണർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 20 ഗ്രൂപ്പുകളാണുള്ളത്. അതിൽ കൊട്ടാരക്കര ഗ്രൂപ്പിന്റെ മുഴുവൻ കച്ചവടിയനായുള്ള AC ഇവിടുത്തെ ഒരു ജീവനക്കാരനെ വിളിച്ചു വരുത്താൻ പറ്റത്തുന്നില്ല. ഈ ഇരിക്കുന്ന ഭക്തരെ വഞ്ചിക്കുന്നതിനോ അല്ലെങ്കിൽ കളിപ്പിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് മാഡം ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ജീവനക്കാരെ പറഞ്ഞു വിട്ടിട്ട് ഇത് അരുണിനെ പോലുള്ള ആളുകളുണ്ട് അവിടെ കൊട്ടാരക്കര ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിൽക്കുന്ന ജീവനക്കാരെല്ലാം വരാൻ പറ. ഇത് നിസ്സാരമല്ല. അത് മാത്രമല്ല പോസ്റ്റ് വഴി സമയം കൊടുക്കുക, ആലോചിക്കണം. 4 മണിക്കൂർ ആരും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് അമ്പലത്തിന്റെ കസ്റ്റോഡിയൻ ആണ്. ഞാൻ വിളിച്ചു, ഇവരൊക്കെ വിളിച്ചു. എടുക്കത്തില്ല അവര്. ഒരു മാസം ശരി, മാഡത്തിനെങ്കിലും എത്ര ദിവസം ഉണ്ട് ഇവിടെ ഈ കൊട്ടാരക്കടയിൽ? അത് പറയും. ചെയ്യല്ലേ, ഒരു പ്രശ്നം വരികയല്ലേ, വരപ്പോഴല്ലേ അവരെ വിളിച്ചു വരുത്താമല്ലോ മേഡം. അവരെ വിളിച്ചു വരുത്തിയട്ടെ. മേഡം ഒറ്റയ്ക്ക് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, അല്ല പിന്നെ അവര് ആൾക്കാരെ സംരക്ഷിക്കാൻ കീഴായിട്ടുള്ളവരെ സംരക്ഷിക്കാനായിരിക്കും മേഡം. അല്ലെങ്കിൽ മേഡം വിളിച്ചു വരുത്ത്. ഭക്തരുടെ വിഷയം അത്, നാടിന്റെ വിഷയം അത്. എന്തും കാണിച്ച് നാട്ടുകാരെ മേളം കയറാന്നുള്ള രീതിയായി ദേവസ്വം ബോർഡ് എന്തും കാണിച്ചു, എന്ത് തോന്നിവാസം കാണിക്കാം. ഈ സ്ട്രോങ് റൂം പരിശോധിക്കപ്പെടണം. ഇനി നമ്മൾ തുടങ്ങും. നമ്മൾ തുടങ്ങും. ഈ സ്വർണ്ണം ഉണ്ടോ ഇല്ലെന്ന് ജന്മാവ ദൈവത്തിനാണ്. സ്വർണത്തിന്റെ കണക്ക് മുഴുവൻ രേഖപ്പെടുത്തണം. വിവരാവകാശ നിയമപ്രകാരം എല്ലാം കിട്ടും. വിവരാവകാശ നിയമപ്രകാരം ഏത് എന്റെ ഭവനം ചോദിക്കാമല്ലോ. സ്വർണ്ണം എത്ര വർഷം പോലാണ് കേരളത്തിൽ ലക്ഷക്കണക്കിന് പോയാണ്. ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എന്തുമാത്രം ഒരു കബളിപ്പിലാണ്, ഭക്തരെ കബളിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഭക്തജനങ്ങളും അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നത്. എന്ത് മോശപ്പെട്ട പ്രവണതയാണ്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെ കബളിപ്പിക്കുക, വൃത്തിഹീനമായ അന്തരീക്ഷത്തിന് കക്കൂസിലോട് ക്ഷേത്രത്തിന് കരിപ്രസാദവും ചന്ദനവും നിർമ്മിച്ച് കണ്ട് വിഷമം തോന്നുന്നുണ്ടോ? ഇത്രയും ഭക്തജനങ്ങൾ ഈ കക്കൂസിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ ചേർന്നുണ്ടാക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മിണ്ടാട്ടമില്ല. ധരിക്കുന്ന പ്രസാദം കക്കൂസിന്റെ മുറ്റത്തിൽ കക്കൂസിന്റെ അകത്തിരുന്ന് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ മുങ്ങി ഇറക്കിയിരിക്കുകയാണ്. ഞങ്ങളുടെ വികാരമാണ്. കൊട്ടാരക്കര ഞങ്ങളുടെ വികാരമാണ്, ഞങ്ങളുടെ ജീവനോ ജീവിതം പിടിച്ചോണ്ടിരിക്കുകയാണ്. ഓരോ ദേവസ്വത്തിന്റെ ഓരോ നീതി പ്രവർത്തികൾ നിരീക്ഷണമായിട്ടുള്ള കുറെ ഉദ്യോഗസ്ഥന്മാർ ഈശ്വരവിശ്വാസ ഉദ്യോഗസ്ഥന്മാർ കയറിയതുകൊണ്ട് പിടിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾ പോയിട്ട് എന്നിട്ട് ഈ ദേവസ്വം ഇവിടുത്തെ ഭക്തജനങ്ങളെ വെല്ലുവിളിക്കുക. ആരാണ് ഈ ദേവസ്വം വെല്ലുവിളിക്കുക? ഒത്താശ ഞാൻ കുറെ ആളുകളുണ്ടെന്ന് അലക്കുമ്പോൾ എന്തിനാണ് ഇവരെ ഭക്തന്മാർ നടക്കുന്നത്? ഇത് ജനങ്ങൾ കാണട്ടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഈ കരിപ്രസാദവും അപ്പം മേഡത്തിന്റെ കൂടെ ഉള്ളവരാ ചിന്തിക്കണം. മേഡത്തെ സംരക്ഷിക്കുന്ന കൂടുള്ള ഉദ്യോഗസ്ഥന്മാർ മേഡത്തെ വഞ്ചിക്കല്ലേ?
ഒറ്റയ്ക്ക് ഇവിടെ വരുന്ന ഇത്രയും നേരത്തെ ഒരു കീഴ് ഉദ്യോഗസ്ഥനോ ഒരു മേൽ ഉദ്യോഗസ്ഥനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല വേണ്ടത്. അപ്പൊ സ്വന്തം ഡിപ്പാർട്ട്മെന്റിനകത്ത് നിങ്ങൾ മനസ്സിലാക്കണം. സ്വന്തം ഡിപ്പാർട്ട്മെന്റ് എന്താണ്? ക്ഷേത്രത്തിനകത്ത് ഒരു 300 മീറ്റർ മാറിയുള്ള ഒരു കെട്ടിടം വാടകയ്ക്കെടുത്തിട്ട് തൊഴിലാളികളെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഡെപ്യൂട്ടി കമ്മീഷണർ അയാൾ പറഞ്ഞ വർത്താനം കേൾക്കണമല്ലേ? അയാൾ എന്ത് പറഞ്ഞു? BJP വിളിക്കും. BJP വിളിച്ചിട്ടുണ്ട്. പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രശാന്ത് കൊട്ടാരക്കര പരിസരത്ത് പോകുന്നത് വഴി തടഞ്ഞാൽ ശബരിമലയല്ലേ കേരളത്തിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ ഇങ്ങനെ കൊള്ളയടിക്കാൻ ഇങ്ങനെ ആചാരങ്ങൾ നടത്താനാണ്. ദേവസ്വം ബോർഡ് വേണ്ട, ദേവസ്വം ബോർഡിന് വേണ്ട. അടുത്ത ദിവസം താഴ്ത്തു കൂട്ടണം. ദേവസ്വം ബോർഡ് താഴ്ത്തു കൂട്ടണം. പ്രസാദത്തെ ഒരു വിലയില്ലാത്ത ഈ പ്രസാദം നമ്മൾ താഴ്ത്തു കൂട്ടിയത് ദേവസ്വം ബോർഡ് BJP താഴ്ത്തു കൂട്ടിയത് വീണ്ടും നമ്മൾ ആഫ്രിക്കാൻ പോകണം. ദേവസ്വം ബോർഡ് എല്ലാ ഓഫീസിലും താഴ്ത്തുണ്ടാകും. അതായത് 500 രൂപ അതിനുവേണ്ടി ജയിലിൽ കിടക്കാൻ നമ്മൾ തയ്യാറാണ്. കിട്ടുന്ന പാരഫിനാണ് അവിടെ ഉണ്ണിയപ്പം മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഞാൻ വരെ ഇതിനെതിരെ ഹൈക്കോടതി കേസ് കൊടുത്തേക്കുവാണ്. അപ്പൊ ഇതുകൊണ്ട് വെട്ടാരക്കര ഗണപതി ക്ഷേത്രത്തെ കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഈ ക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിക്കേണ്ട ക്ഷേത്രം അവിടെ നടക്കുന്നത് മുഴുവൻ അഴിമതിയും അത് മുഴുവനും അവിടെ നടക്കുന്നത് തൊഴിലില്ലായ്മയുമാണ്. അതുകൊണ്ട് പ്രത്യേകമായ കമ്മീഷനെ വെച്ചിട്ട് ഗണപതി ക്ഷേത്രത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയും അത് അന്വേഷിക്കുന്നതിന് വേണ്ടി കമ്മീഷനെ വെക്കണം. അവിടെയുള്ള മുഴുവൻ ജീവനക്കാരെയും ട്രാൻസ്ഫർ ചെയ്യണം. കാരണം ഇവിടെ ജീവനക്കാരായിട്ട് നിൽക്കുന്നവര് 3 വർഷം കഴിയുമ്പോൾ പടിഞ്ഞാറ്റക്കര ക്ഷേത്രത്തിൽ പോകും. പടിഞ്ഞാറ്റക്കര ക്ഷേത്രത്തിൽ നിന്ന് 3 വർഷം കഴിയുമ്പോൾ ഗണതമ്പലത്തിൽ വരും. അങ്ങനെ യൂണിയൻകാരെയും രാഷ്ട്രീയക്കാരെയും കൈക്കൂലി നൽകി പ്രേരിപ്പിച്ച് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള തട്ടകവും കേന്ദ്രവുമായിട്ട് ഗണപതി ക്ഷേത്രവും പടിഞ്ഞാറ്റക്കര ക്ഷേത്രവും മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് പരിഹരിക്കുവാൻ വേണ്ടി അടിയന്തര നടപടി കേരള ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവണം. കാരണം ഹൈക്കോടതിയിൽ മാത്രമാണ് ഭക്തജനങ്ങൾക്ക് ഇത് നമുക്കൊരു വിശ്വാസമുള്ളത്. നിലവിൽ ഇന്ന് വരുന്ന AOമാരും AC മാരും ഇപ്പം പുതുതായിട്ട് വന്ന മാഡമാണ് AC ആണെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി അറിയത്തില്ലെങ്കിൽ മുൻപ് ഇരുന്ന AC മാരുടെയും AOമാരുടെയും ഒക്കെ സാമ്പത്തിക സ്രോതസ്സും അവരുടെ സാമ്പത്തിക നിലവാരവും അന്വേഷിച്ചാൽ കോടികൾ വരും അതിന്റെ വലിപ്പം. അപ്പൊ അതുകൊണ്ട് മഹാക്ഷേത്രങ്ങളോടൊപ്പം പട്ടിക്കൂടി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്ന 1 വർഷമാണ് കൊടുക്കുന്നതെങ്കിൽ 1 വർഷം കൊണ്ട് അവരെ ഉണ്ടാക്കിക്കൊണ്ടുപോകുന്ന കോടികളാണ്. ഇവിടെ നിഷേധിക്കപ്പെടുന്നത് ഭക്തജനങ്ങളുടെ മാത്രം അവകാശങ്ങളും നീതിയാണ്. അതുകൊണ്ട് ഒരു കരിപ്രസാദത്തോട് പോയി നീതി പുലർത്താത്ത ഈ ഗണപതി ക്ഷേത്രത്തില് അവിടെ നിന്ന് വിതരണം ചെയ്യുന്ന ഉണ്ണിയപ്പം എന്ത് വിശ്വസിച്ച് ഭക്തജനങ്ങൾ കഴിക്കും? ക്യാൻസർ വരുന്ന പരിപാടി പാരഫിൻ എണ്ണ കൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കൾ ക്യാൻസർ വരുത്തുമെന്ന് പറയുന്നു. കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പം ക്യാൻസർ വരുത്തേണ്ട തലത്തിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് കാണിക്കുന്ന അലംഭാവം, അതിനുവേണ്ടി കൈക്കൂലിയായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ, ഇതിനെല്ലാം പരിഹാരം ഉണ്ടാവാൻ കേരള ഹൈക്കോടതി ഈ കാര്യത്തിൽ ഇടപെടണം. ഇതാണ് ഹിന്ദു ഐക്യവേദിക്ക് പറയുന്നത്. വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ് ഇന്ന് കൊട്ടാരക്കരയില് അപ്പോൾ എന്തായാലും 2 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു തീരുമാനവും ഈ ഒരു വിഷയത്തിൽ എടുക്കാൻ സാധിച്ചിട്ടില്ല. സ്ഥലത്ത് DYSP അടക്കം സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന കാര്യം. നമ്മൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് ധന്യ ഓഡിറ്റോറിയത്തിനോട് ചേർന്നാണ് ഇത്തരത്തിലൊരു വീട് വാടകയ്ക്കെടുത്ത് ക്ഷേത്രത്തിലെ ഹരിചന്ദനവും ഹരിപ്രസാദവും അതേപോലെ തന്നെ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിർമ്മാണങ്ങൾ ഈ ഒരു വീടിനുള്ളിൽ നടത്തിയത് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഫോണൊക്കെ റിങ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റൂമിനുള്ളിൽ ഇവിടെ നിർമ്മാണം ഏകദേശം 4ഓളം പേര് ഇവിടെ നിന്ന് ജോലി ചെയ്യുന്ന സമയത്താണ് ഇവർ നാട്ടുകാർ കൈയോടെത്തി ഇവിടെ പിടികൂടിയത്. ഇവരെത്തിയപ്പോഴത്തേക്കും വാതില് പൂട്ടി പുറത്തേക്ക് പോവുകയായിരുന്നു. 4ഓളം പേരായിരുന്നു ഒരേ സമയം. ആ ഒരു സമയം ഇവരെത്തിയപ്പോൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആ ഒരു മേൽശാന്തിയാണ് ഈ ഒരു റൂം വാടകയ്ക്ക് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാർ ഇവിടെ എത്തി അന്വേഷിച്ചപ്പോൾ ഈ വീടിന്റെ ഉടമസ്ഥനായിട്ടുള്ള ആളിൽ നിന്നുമൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്. കൊട്ടാരക്കര CA ആദ്യം എത്തി, ആദ്യഘട്ടത്തിലെത്തി. അതിനുശേഷം സ്ഥലം DYSP ഉൾപ്പെടെ ഈ ഒരു സംഭവ സ്ഥലത്ത് എത്തിയിട്ടും ഈ ഒരു മുറി തുറന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുവാൻ സാധിച്ചിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ ഈ ഒരു മേൽശാന്തിയെ വീട്ടിൽ ചെന്നുപോയി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ നേരിട്ട് ഇവിടെ എത്തിച്ച് ഈ വാതിൽ തുറന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ പ്രാഥമികമായി നടത്തിയിരിക്കുന്നത്. ഗുരുതരമായ ഒരു ആരോപണമാണ്. കൊട്ടാരക്കര കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണങ്ങളാണ് ഭക്തരുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉയർന്നു വന്നത്. അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു, അവിടുത്തെ ഉപദേശക സമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടു, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ഉയർന്നു വന്നുകൊണ്ടിരുന്നത്. അതിന്റെ കൂടെ തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു വലിയൊരു ഗുരുതരമായ ഒരു സംഭവം കൊട്ടാരക്കര
ഗണപതി ക്ഷേത്രത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഉണ്ടാക്കുന്ന പ്രസാദം തൊട്ടടുത്ത വീട്ടിൽ വാടകയ്ക്ക് തൊഴിലാളികളെ വെച്ച് നിർമ്മിച്ചാണ് ക്ഷേത്രത്തിൽ എത്തിക്കുന്നു എന്നുള്ള ഗുരുതരമായ ഒരു വിഷയമാണ് ഇപ്പോൾ പ്രേക്ഷകർ മുമ്പിൽ തത്സമയം എത്തിച്ചത്. ഭക്തർ കൃത്യമായി ഇടപെട്ട് കൈയോടെ പൊക്കുകയായിരുന്നു. അപ്പൊ നിരവധി ആളുകൾ ഈ ഒരു സംഭവം അറിഞ്ഞ് ഈ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സ്ഥലം CA അടക്കം ഇവിടെ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. അതിലെ ഏറ്റവും എടുത്തു പറയേണ്ടത് ആദ്യം ഈ സംഭവം നടന്ന് നാട്ടുകാർ കൈയോടെ പൊക്കിയതിന് ശേഷം സ്ഥലത്തെ AOയെ ഇവിടെ വിളിച്ച് വരുത്തിയിരുന്നു. അപ്പൊ ഒരു വനിതയാണ്, പുതിയതായിട്ട് ചാർജ് എടുത്തതാണ്. കുറച്ച് നാളുകൾ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. അവർ പ്രാഥമിക ഘട്ടത്തിൽ പുറത്തുനിന്ന് കണ്ട് ഈ ഒരു വിഷയത്തിൽ കൃത്യമായ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ടത് അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു ഇത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രസാദ നിർമ്മാണമാണ് ഇവിടെ നടന്നത് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ ഇവർ നേരിട്ട് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് മാധ്യമങ്ങളോടൊക്കെ തന്നെ പങ്കുവച്ചത്. അതനുസരിച്ച് കീഴിൽ ഉദ്യോഗസ്ഥരെ ഏകദേശം 54ഓളം ക്ഷേത്രങ്ങളുടെ കസ്റ്റോഡിയനാണ് ഈ വനിത AO. അതുകൊണ്ട് തന്നെ ഇതിന്റെ കീഴിലുള്ള നിരവധി ആളുകളെ ബന്ധപ്പെട്ട് ഇവിടത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും ആരും ഫോൺ എടുക്കുകയോ ഇവിടേക്ക് എത്തിച്ചേരുവാനോ ഇതുവരെ തയ്യാറെടുത്തിട്ടില്ല. അതിന്റെ ഒരു തടസ്സം ഇവിടെ നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു റൂം പരിശോധിക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് അതിന്റെ ഒരു തടസ്സം നേരിടുകയാണ്. പോലീസ് എങ്കിൽ പോലും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നുണ്ട്. ഈ ഒരു വിഷയം അറിഞ്ഞുകൊണ്ട് നമ്മുടെ ലൈവാണ്, കൊട്ടാരക്കര ന്യൂസാണ് ആദ്യം ഈ ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിച്ചത്. നിരവധി ആളുകൾ ആദ്യ വാർത്ത ഷെയർ ചെയ്യുന്നു. അതിന്റെ തുടർ വാർത്തകളാണ് ഇപ്പോൾ പ്രേക്ഷകരുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ആദ്യഘട്ടത്തിലുള്ള ലൈവ് വലിയ രീതിയിൽ ചർച്ചയാകുന്നു. അതനുസരിച്ച് നിരവധി ആളുകൾ ഈ ഒരു ഭാഗത്തേക്ക്, ഈ ഒരു വീട്ടിലേക്ക്, ഈ ഒരു വാടകയ്ക്ക് എടുത്ത് നിർമ്മാണം നടത്തുന്ന വീട്ടിലേക്ക് എത്തിച്ചേർന്ന് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിഷയം വലിയ രീതിയിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു. നിരവധി ആളുകൾ ഭക്തരെ സംബന്ധിച്ചുള്ള വളരെ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് ഈ ഒരു പ്രസാദം. വളരെ ചൈതന്യത്തോടെയും വളരെ ദൈവികത്തോടെയും മാത്രം നിർമ്മിക്കേണ്ട ഈ ഒരു വിഷയം ഇങ്ങനെ ഒരു വാടക വീടെടുത്ത് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീടിനോട് ചേർന്ന ഒരു കക്കൂസാണ്. ഈ കക്കൂസിനോട് ചേർന്ന് വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഇവിടെ ഈ ഒരു പ്രസാദ നിർമ്മാണം നടത്തി വന്നിരുന്നത്. അതിനകത്ത് ചേർക്കേണ്ട ചില കൂട്ടുകളുണ്ട്. അതൊന്നും തന്നെ ചേർക്കാതെ കൃത്രിമമായി മാരക അസുഖങ്ങൾ വരുന്ന രീതിയിലുള്ള കൂട്ടുകളൊക്കെ ചേർത്താണ് ഇത്തരത്തിലൊരു പ്രസാദ നിർമ്മാണം ഇവിടെ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വലിയൊരു വീഴ്ചയാണ് ഈ ദേവസ്വം ബോർഡിന്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കൃത്യമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നൽകേണ്ടതുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്നും അതേപോലെ തന്നെ ദേവസ്വത്തിന്റെ ഭാഗത്തും ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു മറുപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടതുണ്ട്. കൃത്യമായ ഒരു അന്വേഷണം ഇതിൽ നടക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. AO കൃത്യമായി ഇതിനകത്ത് എത്തിപ്പെട്ട് പ്രാഥമികമായി ഇത് ബോധ്യപ്പെട്ടു എന്നുള്ള ആദ്യഘട്ടത്തിൽ ബോധ്യപ്പെട്ടു എന്നുള്ളൊരു മറുപടി പോലീസിന് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് മജിസ്ട്രേറ്റ് തയ്യാറാക്കാനുള്ളൊരു ക്രമീകരണമാണ് ചെയ്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഇത് വീട് വാടകയ്ക്ക് എടുത്ത മേൽശാന്തി ഇവിടെ സ്ഥലത്തെത്തിച്ചു വാതിൽ തുറന്ന് ഇത് പരിശോധന നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. കൊട്ടാരക്കരയിൽ നിന്നുള്ള BJPയും അതേപോലെ തന്നെ നാട്ടുകാരും പ്രധാനമായും ഗണപതി ഭക്തരും ചേർന്നാണ് ഇവിടേക്ക് എത്തി ഈ ഒരു സംഭവം നാട്ടുകാരുടെ മുമ്പിലേക്ക് എത്തിച്ചത്. ഉടൻ തന്നെ കൈയോടെ പൊക്കിയായിരുന്നു. അപ്പോഴേക്കും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർ ഇവിടെ നിന്നും വാതിൽ പൂട്ടി പുറത്തേക്ക് ഓടുകയായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷമുള്ള കാര്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് തത്സമയം കൊട്ടാരക്കര ന്യൂസിലൂടെ തത്സമയം എത്തിച്ചിരുന്നത്. കാരണം ദൃശ്യങ്ങളിൽ കാണുന്നുള്ള വളരെ പഴക്കം ചെന്ന ഒരു വീടാണിത്. ഇതിന്റെ ഒരു വശത്തെ മുറിയിലാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വന്നതിൽ ആർക്കും ശ്രദ്ധ കിട്ടാത്ത രീതിയിൽ ഗണപതി ക്ഷേത്രത്തിനോട് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു കെട്ടിടം സ്ഥിതി ചെയ്തിരുന്നത്. ഇത് വർഷങ്ങൾ പഴക്കമുള്ള ഈ കെട്ടിടത്തിന്റെ ഒരു മൂലയിലിരുന്നാണ് ഇത്രത്തോളം ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിരുന്നത്. ഇതുപോലെ തന്നെ പള്ളിക്കലും, കൊട്ടാരക്കര പള്ളിക്കലും ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അങ്ങനെ പല മേഖലകളിലായി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രസാദത്തിന്റെ നിർമ്മാണം ജോലിക്കാരെ ഇരുത്തി ചെയ്തു വന്നു എന്നുള്ളതാണ് നാട്ടുകാരും ഈ ഭക്തരും ഒക്കെ തന്നെ ഒന്നാകെ അവിടുത്തെ ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തെ എന്താണ് അവമ്പതിച്ചതിനും ജീവനക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ശുദ്ധീകരണം നടത്താം. ശുദ്ധീകരണം നടത്താൻ ഞങ്ങൾ ഇതിനകത്ത് സമരത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു പരിപാടിയില്ല. അതുകൊണ്ട് AC എന്നുള്ള രീതിയിൽ മാഡം ശുദ്ധി എന്നുള്ള കാര്യങ്ങൾ ക്ഷേത്രം പാലിക്കുന്നെങ്കിൽ ഇത് ശുദ്ധിയുടെ വിഷയമാണ്. ഇത് തേങ്ങ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന് തേങ്ങ അർപ്പിച്ചിട്ട് ആ തേങ്ങ കത്തി വരുമ്പോൾ അതിനകത്ത് നിന്ന് നല്ലെണ്ണ ഒഴിച്ചുണ്ടാക്കേണ്ട വസ്തുവാണ് ഈ കരിപ്രസാദം എന്ന് പറയുന്നത്. അത് തൊണ്ട് കരിച്ചിട്ട് ഇത്തരത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അംഗീകരിക്കാൻ പറ്റത്തില്ല. കരിയോയിലോ എന്തോ ആയാലും ഇത് കൊണ്ടുവന്ന് ഗണപതിക്കയുടെ ശ്രീകോവിലിന്റെ ഉള്ളിൽ അതല്ലെങ്കിൽ ആ മഹാദേവന്റെ ഉള്ളിൽ അവര് കാണിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ജീവനക്കാർ സപ്പോർട്ടാണ്, എയോ സപ്പോർട്ടാണ്. ഏത് സപ്പോർട്ടല്ലെങ്കിൽ മുഴുവൻ ജീവനക്കാരെയും നടപടിയെടുക്കുമെന്നുള്ളതാണ് ആവശ്യം. വരുന്നത് നടത്തിയിട്ടേ വൈകുന്നേരം അമ്പലം തുറക്കാൻ പറ്റത്തുള്ളൂ. ഭക്തങ്ങളെ കെട്ടിവിടാമോ? ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. തന്ത്രിയായിട്ടുള്ള ആളുകളാ പറഞ്ഞത് ശുദ്ധീകരണം നടത്തിയിട്ട് മാത്രമേ അമ്പലം തുറക്കാമൂ. കാരണം ഹിന്ദു സമൂഹത്തോട് ചെയ്യുന്ന വലിയ വഞ്ചനയാണ് ഈ ദേവസ്വം ബോർഡും അതിന്റെ യൂണിയന്റെ കുറച്ച് ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നീതിബോധം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ AC ശക്തമായ നടപടി സ്വീകരിക്കണം. കമ്മീഷണറെ വിളിച്ചപ്പോ കമ്മീഷണർ പറയുക ഞാൻ DGP എടുത്ത് പറഞ്ഞ് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ആ കമ്മീഷണറുടെ ആ യോഗ്യതയെ പോലെ ഞങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. അയാൾക്ക് ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് സംരക്ഷിക്കുവാനും അത് പരിപാലിക്കാനും വേണ്ടിയുള്ള യോഗ്യത മാത്രമേ ദേവസ്വം ബോർഡിനുള്ളൂ. ഭക്തജനങ്ങളുടെയാണ് ക്ഷേത്രം. ഇത് 1812 കൺട്രോള കാലത്ത് പിടിച്ചെടുത്ത ക്ഷേത്രങ്ങളെ കൊടുത്തില്ല. അതല്ല, ഇതൊക്കെ വിരോധാഭാസങ്ങളാണ് നടക്കുന്നത്. 3.5 മണിക്കൂറായി ഒരു ദേവസ്വം ബോർഡിന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട വളരെ വലിയ സീനിയർ അസിസ്റ്റന്റ് കമ്മീഷണർ ആയില്ല എന്നൊരു ഇവിടെ ഒരു ഉദ്യോഗസ്ഥ നിൽക്കുകയാണ്. ഇതുവരെ AO അവരുടെ കീഴ് ഉദ്യോഗസ്ഥയായിട്ടുള്ള മാസപ്പടി പറ്റുന്ന AO ഇതുവരെ വന്നിട്ടില്ല. ഒരു AC വിളിക്കുകയാണ്. അടിയന്തരമായി AC കിടന്നൊരു 10-25 പ്രാവശ്യം ഒരു AC വിളിച്ചു. AOയെ ഞങ്ങൾ വിളിച്ചു, DYSP വിളിച്ചു, സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചു. എന്നിട്ട് പോലും ആ AO എന്ന് പറയുന്ന സ്ത്രീ തിരുവനന്തപുരം സ്വദേശിയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവർ ഈ തൊട്ടടുത്താണ് താമസം. എന്നിട്ട് പോലും അവരിവിടെ എത്താൻ സാധിച്ചില്ല അവർക്ക്. അപ്പോൾ അവർക്ക് വ്യക്തമായി അവർ ബോധ്യപ്പെട്ടു അവർ ചെയ്തത് കൊണ്ടും ലംഘനമാണ്. മാസപ്പടി പറ്റിക്കൊണ്ട് ഇന്നത്തെ ലക്ഷങ്ങൾ അഴിമതി കാണിച്ചുകൊണ്ട് കൈക്കൂലി കൈപ്പറ്റിക്കൊണ്ട് ഈ കാണിക്കുന്ന നെറികേടിനെ വെച്ചുപൊറിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയും ഹൈന്ദവ സംഘടനകളും തയ്യാറല്ല. ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ ശക്തമായി ഏറ്റെടുക്കും. ഇത് ലക്ഷക്കണക്കിന് ഗണപതി ഭക്തന്മാരുടെ വിഷയമാണ്. അവർ നിൽക്കുകയാണ്. അവർ ഒരു കീഴുദ്യോഗസ്ഥ പോലും വന്നിട്ടില്ല. ഒരു കീഴുദ്യോഗസ്ഥ പോലും ഉദ്യോഗസ്ഥനാവട്ടെ വനിതയാണ്. മറ്റേ വിഷ്ണു അല്ല വിഷ്ണു എന്ന് പറഞ്ഞ വിഷ്ണു എന്ന് പറഞ്ഞ വിഷയം വിട്ടതാ. മറ്റേ മേശാന്തി വിളിക്കാൻ വേണ്ടി വന്നു. മേൽശാന്തി ഒന്നും നോക്കട്ടെ. മേൽശാന്തി വന്നില്ലേ ഇപ്പൊ ചവിട്ടി തുറക്കാൻ നമ്മള് പരിശോധിക്കാന്നുള്ള ആദ്യത്തെ DYSP SP കാണിക്കുന്ന മോശമായതുകൊണ്ടാണ് അവരെ കൂടെ ബുദ്ധിമുട്ടിപ്പിക്കുക. യഥാർത്ഥത്തിൽ അവരെ കൂടെ ബുദ്ധിമുട്ടിപ്പിക്കുക. ഇവിടെ നടന്ന ഈ അഴിമതി ഈ ക്ഷേത്രവിരുദ്ധമായിട്ട് നടത്തിയേക്കുന്ന ഈ പരിപാടിക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാന കാര്യമാണ്. ഇത് ശക്തമായ നടപടി ഹൃദയത്തിൽ തീ വാരിയിട്ടുകൊണ്ട് കാണിച്ചേക്കുന്ന ദേവസ്വം ബോർഡിന്റെ നടപടി ഞങ്ങൾക്ക് പ്രതിഷേധിക്കാതിരിക്കാൻ പറ്റത്തില്ല. ക്ഷേത്രം ശുദ്ധീകരണം നടത്തിയിട്ട് മാത്രമേ ഇന്ന് തുറക്കാൻ പാടുള്ളൂ. കാരണം കുറച്ച് ജീവനക്കാരും കുറച്ച് യൂണിയൻകാരും എല്ലാം കൂടെ ചേർന്നിട്ട് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ ഉണ്ടാക്കുന്ന കരിപ്രസാദം പോലും ധാർമ്മികമായിട്ട് കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ അവിടെ കോടിക്കണക്കിന് രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന്റെ ചേരുവകളെ കുറിച്ച് പോലും ഞങ്ങൾ സംശയം ഉന്നയിക്കുകയാണ്. അതിന്റെ പാരഫിൻ എണ്ണ വെച്ചാണ് ഉണ്ടാക്കുന്നതെന്ന് ഹൈക്കോടതി ഹിന്ദു ഐക്യവേദി കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് നടപടി ഉടനെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ അതിനകത്ത് കിടക്കുന്ന അഴിമതികളെ തീവെട്ടിക്കൊള്ളകളെ 25 കിലോ സ്വർണത്തിന്റെ കണക്ക് വരെ അതിനകത്ത് ഓരോ ദിവസവും അവിടെ കിട്ടുന്ന സ്വർണത്തിന്റെ അളവെന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്താറില്ല. ഇതെല്ലാം ജീവനക്കാരും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആളുകൾ അടിച്ചുകൊണ്ട് പോവുകയാണ്. ഇന്ന് നേരിട്ട് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്താണ് ദേവസ്വം ബോർഡ് ഇന്ന് ഗണപതി ക്ഷേത്രം കൈകാര്യം ചെയ്യുന്നത്. ഉപദേശ സമിതിയുടെ കാലാവധി കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു. ഇത് സ്വർണ്ണപ്പാളി മോട്ടിച്ച പ്രശാന്ത് അതിന് കൂട്ടുന്ന പ്രശാന്ത് ഗണപതി ക്ഷേത്രത്തിലും കൈവച്ചേക്കുവാണ്. ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ സർക്കാർ സംവിധാനം പണിയാൻ വേണ്ടി അനുമതി കൊടുത്തേക്കുവാണ്. ഗണപതി ക്ഷേത്രത്തിന്റെ തൊട്ട് മുമ്പില് ഉള്ള പള്ളിവേട്ടക്കാവായ മണികണ്ഠൻ ആൽത്തറ കമ്പട്ടേഷനും പാർക്കിംഗ് ഗ്രൗണ്ടും ആക്കാൻ വേണ്ടി നഗരസഭയ്ക്ക് പാട്ടത്തിന് കൊടുക്കാൻ വേണ്ടി മൗനാനുവാദം കൊടുത്തേക്കുവാണ്. ബാലഗോപാലൻ ഉൾപ്പെടെയുള്ള ആളുകളും ചേർന്ന് പ്രശാന്ത്. ഇത് ഞങ്ങൾ പല പരാതി കൊടുത്തിട്ടൊന്നും നടപടി ഉണ്ടായിട്ടില്ല. അപ്പൊ കരിപ്രസാദത്തോട് പോലും നീതി പുലർത്താതെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടക്കുമ്പോഴേ അതിനകത്ത് തയ്യാറാക്കേണ്ട അതിന്റെ തേങ്ങയിൽ നിന്ന് കത്തിവരുന്ന തേങ്ങയിൽ നിന്ന് നല്ലെണ്ണ ഒഴിച്ചിട്ട് തയ്യാറാക്കേണ്ട ആ കരിപ്രസാദം ബംഗാളികളെയും ഒക്കെ ഉപയോഗിച്ച് കക്കൂസിനകത്ത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ദാരുണമായ അവസ്ഥയാണ് ഇവിടെ ഞങ്ങൾ കണ്ടേക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് AC കണ്ണ് ഈ കാര്യങ്ങള് പ്രതികരിക്കണമെന്ന് തോന്നിയപ്പോൾ ഒറ്റ ജീവനക്കാരെ ഫോൺ എടുക്കുന്നില്ല.
കമ്മീഷണറെ വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു മാഡം ഇവിടെ സുഖമായിട്ട് നിന്നോ, ഞാൻ DGP വിളിച്ചു പറയാം യവന്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനെന്ന്. ഇത് എന്തൊരു ന്യായമാണിത്? ഇത് വേറെ ഏതെങ്കിലും മതവിഭാഗങ്ങളുടെ കാര്യത്തിൽ നടക്കുമോ? കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത് ആഗോള പ്രസിദ്ധമായിട്ടുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനത്തോടെ CPMന്റെ നേതൃത്വത്തിൽ, ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ, യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴേ ഇത് ഹൈക്കോടതി ഇടപെട്ടാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഹൈക്കോടതി പ്രത്യേക കമ്മീഷനെ വെക്കണം. ദേവസ്വം ബോർഡ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന്റെ മുഴുവൻ വിഷയങ്ങളും അത് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത് ഒരു കരിപ്രസാദത്തോട് പോലും നീതി പുലർത്താത്ത അവര് കൊട്ടാരക്കര കൊടുക്കുന്ന ഉണ്ണിയപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടി ഭക്തജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇത്തരത്തില് ക്ഷേത്ര വിരുദ്ധമായിട്ട് നടത്തിയ ഈ പരിപാടികളെ ഇത് അതിന്റെ ശുദ്ധി എന്ന് പറയുന്ന കാര്യം ദേവസ്വം പാലിക്കുന്നെങ്കിൽ ഇന്ന് ഈ വെളിയിൽ നിന്നുള്ള സാധനം കൊണ്ടുവന്നേക്കുന്നതിന് അത് പിന്നെ അകത്ത് കൊണ്ടുവച്ച് ഇത് ഭക്തജനങ്ങൾക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ 100, 200, 500 കിട്ടുന്നവർക്ക് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധീകരണം നടത്തണം. ഇന്ന് അമ്പലം തുറക്കണമെങ്കിൽ ക്ഷേത്രത്തിൽ ശുദ്ധീകരണം നടത്തിയേ പറ്റത്തുള്ളൂ. അത് ചെയ്താൽ മാത്രമേ ഞങ്ങൾ അനുവദിക്കത്തുള്ളൂ. ഇപ്പൊ ഈ കണ്ടെത്തേക്കുന്ന സാധനങ്ങൾ മുഴുവനും മതത്തിന് വിധേയമാക്കണം. എന്നിട്ട് ഇതിന്റെ മുഴുവൻ ഉദ്യോഗസ്ഥരെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ സസ്പെൻഡ് ചെയ്യണം. ഇവിടുന്ന് കൊട്ടാരക്കര ട്രാൻസ്ഫർ ചെയ്ത പഴിഞ്ഞാറ്റക്കര ചെയ്ത കളിച്ചോണ്ടിരിക്കുന്നു കൊട്ടാരക്കര യൂണിയൻ കളി. അല്ല, ഒരു AC നടക്കാത്ത പരിപാടിയാ. ഒരു 4 മണിക്കൂറായി AC ഇവിടെ നിന്നിട്ട് ഒരു മര്യാദ ഇല്ലാത്ത ആൾക്കാരായി. AC വിടില്ല, AC തടഞ്ഞു വെച്ചേക്കാണ്. AC പുറത്തുവിടാൻ പറ്റിയിട്ടില്ല. ഹലോ. അതെ ലൈവ് എടുത്തോണ്ടിരിക്കും. ലൈവിലാ. അതെ ലൈവ് തുറന്നു പരിശോധിക്കാൻ പോകാൻ പറ്റില്ല. പരിപാടിയല്ല ഇത് തുറന്ന് പരിശോധിച്ച് എന്തൊക്കെയാണ് പോലീസ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പൊളിച്ചില്ലെങ്കിൽ നമ്മൾ പൊളിക്കും. അത്രേ ഉള്ളൂ. തുറന്ന് പരിശോധിച്ചിട്ട് നമ്മൾ പോകത്തുള്ളൂ. തുറന്ന് പരിശോധിച്ച് ഇതിന്റെ അകത്ത് എന്താണെന്നുള്ളത് ഡീറ്റെയിൽസ് അതുപോലെ ലക്ഷക്കണക്കിന് ഗണേശ ഭക്തന്മാരെ ശ്രീകോവിലിനുള്ളിൽ കയറ്റുന്നതാണ്. ശ്രീകോവിലിനുള്ളിൽ നിന്നാണ് എല്ലാവരും ശുദ്ധീകരണം നടത്തിയിട്ട് മാത്രം അമ്പലം തുറക്കാം. ആദ്യം തുറക്കുക, ആദ്യഘട്ട നടപടി തുറന്ന് പരിശോധിക്കുക. അതിനുശേഷം ബാക്കി എന്തും ഇതിന് കുറ്റക്കാരായിട്ടുള്ള എല്ലാവർക്കും ഒരു കൃത്യമായ നടപടികളുണ്ടാവും. അല്ലാതെ ഒരിക്കലും BJPയും ഹിന്ദുഐക്യവേദിയും ഇവിടുന്ന് പിരിഞ്ഞു പോകില്ല. ഈ ഭക്തജനങ്ങളുടെ മുന്നില് ഇപ്പോ ഉറപ്പാണ് വേണ്ടത്. ഇവിടുത്തെ ആചാരത്തെയും വിശ്വാസത്തെയും ഇവിടെ ലംഘിച്ചിരിക്കുകയാണ്. അതിന്റെ പരിഹാരം ഇതിന് ഉത്തരവാദിത്തപ്പെട്ട മേൽശാന്തി ഉൾപ്പെടെ ഏവോ ഉൾപ്പെടെയുള്ള സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലല്ല മാഡം, വരുവാണ് ഞങ്ങളല്ലേ ഞങ്ങൾ പൊളിക്കേണ്ടി വരും. 4 മണിക്കൂറായി ഇവിടെ കാത്തിരിക്കുന്നു. 4 മണിക്കൂർ ആരും പോലും കഴിക്കാൻ പ്രവർത്തകരും ഇവിടെ കാത്തിരിക്കുക. പോലീസ് ഉദ്യോഗസ്ഥരാണ് സിക്കുകയാണ്. വന്നേ പറ്റുള്ളൂ. ഈ 3 മണിക്കൂറായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. താക്കോൽ എവിടെ ഇരിക്കുന്ന അറിഞ്ഞൂടാ. അനീഷ്, ഇവിടെ നടന്ന സംഭവം ഒന്നും പറയാമോ? ഇവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ കിഴവ് ക്ഷേത്രത്തെ തൊട്ടടുത്ത് ഈ ഒരു വാടക വീട്, സ്വകാര്യ വ്യക്തിയുടെ വീട്ടില് ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കള് വന്ന് സംശയത്തോടെ വന്ന് പരിശോധിച്ചപ്പോൾ ഇവിടെ കാണാൻ സാധിച്ചത് വളരെ കണ്ണീരടിക്കുന്ന സംഭവമാണ്. കാരണം കേരളത്തിൽ നിന്നല്ല പുറത്തുള്ള ലക്ഷക്കണക്കിന് കൊട്ടാരക്കര ഗണപതിയുടെ ഭക്തന്മാർ വളരെ വിശ്വാസപൂർവ്വം തൊഴുത് ഉണ്ണിയപ്പം വാങ്ങി കിട്ടുന്ന കരിപ്രസാദം അടക്കം വളരെ പ്രസിദ്ധിയാർജ്ജ കൊട്ടാര കരിപ്രസാദം. ആ കരിപ്രസാദം വാങ്ങിച്ച് ധരിച്ചിരിക്കുന്നതാണ്. അത് ഇവിടെ ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിക്കകത്ത് ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് വളരെ ശുദ്ധിയോടെ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് തിടപ്പള്ളിയിൽ ഉണ്ടാക്കേണ്ട പ്രസാദം ഒരു വാടക വീട്ടിൽ ഒരു കാടിനുള്ളിൽ ഒരു കക്കൂസിനോട് ചേർന്ന് ടോയ്ലറ്റിനോട് ചേർന്ന് ഉണ്ടാക്കുകയാണ്. വളരെ മോശപ്പെട്ട കെമിക്കൽ അടക്കം ഉപയോഗിച്ചുകൊണ്ട്, ആസിഡ് അടക്കം ഉപയോഗിച്ചുകൊണ്ട്, ബംഗാളികളെ വരെ ഉപയോഗിച്ചുകൊണ്ട് ഈ തരത്തിൽ നിർമ്മിച്ച് ക്ഷേത്രത്തെ വഞ്ചിക്കുകയാണ്. ക്ഷേത്ര ഭക്തന്മാരെ വഞ്ചിക്കുക. ക്ഷേത്രത്തിന്റെ ആചാരം പൂർണ്ണമായി ലംഘിക്കപ്പെട്ടു. ശ്രീകോവിലിനകത്ത് നിന്ന് വരെയാണ് ഈ പ്രസാദം കയറ്റുന്നത്. ഈ കക്കൂസ് മാലിന്യത്തിൽ അടക്കമുള്ള ചേർന്ന് നിന്നുള്ള ഈ സ്ഥലത്തുണ്ടാക്കുന്ന ഈ പ്രസാദം ശ്രീകോവിലിനകത്ത് കയറ്റി അവിടുന്ന് ഉൾപ്പെടെയാണ് ഇത് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. അപ്പൊ അത് ഈ ഭക്തജനങ്ങളെ, കൊട്ടാരക്കര ഗണപതി ഭക്തന്മാരെ, ഈ ലക്ഷക്കണക്കിന് ഭക്തന്മാരെ വഞ്ചിക്കുകയും
ദ്രോഹിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത്. ഇതിനെല്ലാ അനുമതികളും ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അടക്കം പിന്തുണ മാസപ്പടിയാണ്. കാലാകാലങ്ങളായി വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ ലക്ഷങ്ങൾ കൈപ്പറ്റിക്കൊണ്ടാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇത് പൂർണ്ണമായി പിന്തുണ. AC ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ 3.5 മണിക്കൂർ ഇവിടെ നിൽക്കുന്നു. അവർ AA വിളിച്ചു, AA ഇവിടെ എത്തിയിട്ടില്ല. അപ്പൊ മനസ്സിലാക്കണം, പോലീസ് ഉദ്യോഗസ്ഥരെ AA വിളിച്ചു, ഞങ്ങൾ പൊതുപ്രവർത്തകരെ AA വിളിച്ചു, 3.5 മണിക്കൂർ ഫോൺ എടുക്കുന്നില്ല. അവരെവിടെ കിടക്കുകയാണ്? അപ്പോ ഇവിടുത്തെ കീഴുദ്യോഗസ്ഥർ, ഇതിന് ഉത്തരവാദികളുടെ കീഴുദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടില്ല. ഒരു AO ഒരു വനിതയാണ്. അവരിവിടെ 3-4 മണിക്കൂർ അവർ തടഞ്ഞു. പാർട്ടി പ്രവർത്തകരും ഹൈന്ദവ സംഘടനാ പ്രവർത്തകരും തടഞ്ഞു വെച്ചിരിക്കുകയാണ്, ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ പുറത്തുവിടത്തില്ല. അസിസ്റ്റന്റ് കമ്മീഷണർ പുറത്തുവിടാൻ തടഞ്ഞിട്ട് പോലും ഒരാൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരും വിളിച്ചിട്ടില്ല. ഞങ്ങൾ DCയുമായി ബന്ധപ്പെട്ടു, തിരുവനന്തപുരത്ത് ഡെപ്യൂട്ടി കമ്മീഷണറുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു, ഫോണിൽ ബന്ധപ്പെട്ടു. നിരുത്തരവാദപരമായ നിലപാട്. അയാൾ പറഞ്ഞത് ഞങ്ങൾ DGPയെ വിളിക്കും, നിങ്ങൾ എന്ത് വേണം ചെയ്തെന്നാണ്. വളരെ അവന്റെയൊക്കെ വഴിയിലിട്ട് തടയണം, വഴിയിൽ അടിക്കണം. അവനൊക്കെ DC ആയാലും ആരായാലും വഴിയിൽ അടിക്കണം. ദേവസ്വം ബോർഡ് പ്രശാന്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ച് ഫോൺ എടുത്തിട്ടില്ല, AC വിളിച്ച് ഫോൺ എടുത്തില്ല. ഇത്രയും ലോക കള്ളന്മാരാണ് ഈ കേരളത്തിന്റെ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്. ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക, അല്ലെങ്കിൽ ഞങ്ങൾ താഴിട്ട് പൂട്ടും. ഈ ഇവിടുത്തെ ഞങ്ങൾ പണ്ട് ശബരിമല വിഷയ സമയത്ത് താഴിട്ട് പൂട്ടിയതാണ് ഞങ്ങൾ ദേവസ്വം ബോർഡ് ഓഫീസ്. ദേവസ്വം ബോർഡ് ഓഫീസ് താഴിട്ട് ഞങ്ങൾ BJP പൂട്ടും. ഹൈന്ദവ സംഘടനകൾ, ഹിന്ദു ഐക്യത ഉൾപ്പെടെയുള്ള സംഘടനകൾ ചേർന്നുകൊണ്ട് ഞങ്ങൾ പൂട്ടും. ജനങ്ങളുടെ സംരക്ഷണം, ഭക്തജനങ്ങൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അവരുടെ ആചാരങ്ങൾ പാലിക്കാൻ വേണ്ടിയാണ് ദേവസ്വം ബോർഡ് ഉണ്ടാവേണ്ടത്. അല്ലാതെ ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ ഹരിക്കാനുള്ളതല്ല, അവരെ ദ്രോഹിക്കാനുള്ളതല്ല ദേവസ്വം ബോർഡ്. ശബരിമല സ്വർണ്ണപ്പാളി കട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെയും കൊട്ടാരക്കരയിൽ നിരവധി സ്വർണ്ണ മുതലുകൾ വന്നിട്ടുണ്ട്. വ്യക്തമാക്കണം, പണമായും സ്വർണ്ണമായും നിരവധി മുതലുകളാണ് ഭക്തജനങ്ങൾക്ക് കൊണ്ട് സമർപ്പിക്കുന്നത്. ഇതൊക്കെ എവിടെയാണ്? കഴിഞ്ഞ ദിവസം നമ്മുടെ കൌൺസിലർ കാണാനിടയെന്ന് പറഞ്ഞു, ഒരു ചായക്കടയിൽ വെച്ച് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്റെ പോക്കറ്റിൽ നിന്ന് സ്വർണ്ണ പൊട്ട് വീണെന്നാണ് കൌൺസിലറെ കുറിച്ച് വ്യക്തമാക്കി. അപ്പൊ വ്യക്തമായ അന്വേഷണം, അഴിമതി, കോടിക്കണക്കിന് ഇവിടെ അഴിമതിയാണ് ഇവിടെ ഈ ദേവസ്വം ബോർഡിൽ നടക്കുന്നത്. വിനയകീർത്തി അവിടെ നടത്തിയത് നമുക്കറിയാം. ഉപദേശം തെരഞ്ഞെടുപ്പ് നടത്താതെ നേരിട്ട് നടത്തി ലക്ഷങ്ങളുടെ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അടിയന്തരമായി ഇത് തുറന്ന് ഇതുണ്ടാക്കിയ ഈ സ്ഥലം പരിശോധിച്ച് നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഘടിപ്പിക്കാൻ പോവുകയാണ്. ഹിന്ദു ഐക്യത മാധ്യമങ്ങളെല്ലാം പറയണം. മാധ്യമങ്ങൾ ഞങ്ങളുടെ സബ് ഗ്രൂപ്പ് ഓഫീസറിനെ വിഷ്ണു എല്ലാവരുടെ കേറാണ് സ്ഥലമില്ലേ? വിഷ്ണു മതിയല്ലോ മതിയല്ലോ AC പരിശോധന, ഞങ്ങൾ AC പരിശോധന ഞങ്ങൾ പരിശോധിക്കണം. അതിലേക്ക് എടുക്കാല്ലോ. ഗണോദയമ്പലത്തിൽ കിട്ടുന്ന നെയ്യ്, ഗണോദയമ്പലത്തിൽ കിട്ടുന്ന നെയ്യാണ്, അമ്പലത്തിൽ കിട്ടുന്ന നെയ്യാണത്. അമ്പലത്തിൽ ഭക്തര് കൊടുക്കുന്ന നെയ്യ്. കരിയുണ്ട്, കരിയുണ്ട്. അറക്കപ്പൊടി അതിനകത്തോട് കയറി, കരി അതിനകത്തോട്. ഇത് ഗണോദയമ്പലത്തിൽ ഭക്തര് കൊടുക്കുന്ന ഇതാണ്, ഭക്തര് കൊടുക്കുന്ന പ്രസാദമാണിത്. വിഷ്ണു ആരാണ്? വിഷ്ണു കരി ഉണ്ടാക്കി വെച്ചേക്കോ. AC കാണണ്ടാണ്. അരുണ കരി മുണ്ടടിച്ചു. പിന്നെ ഇതാണ് ഭക്ത ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് ഗണേശഭക്തന്മാർക്ക് കൊടുക്കുന്ന ആ ചക്കല്ല, അമ്പലത്തിനകത്ത് വരുന്ന പൂജാദ്രവ്യങ്ങളെല്ലാം മറിച്ചു വിൽക്കുന്ന കേന്ദ്രം കൂടിയാണിത്. ഇവിടെ വരുന്ന തേങ്ങയും നെയ്യും ബാക്കിയുള്ള ക്ഷേത്രത്തിൽ ഉപയോഗിക്കാതെ മുഴുവൻ വിൽക്കുന്ന സെന്ററാണിത്. ഇവിടുത്തെ കടക്കാർക്ക് തന്നെ ഇത് കൊടുത്തിട്ട് വീണ്ടും അമ്പലത്തിൽ വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് നിസ്സാര കാര്യമല്ല, ഇത് നിസ്സാര കാര്യമല്ല. ഇത് മുഴുവനും തന്നെ സാധനങ്ങളാണ്. നിങ്ങൾ സാധനങ്ങളുടെ എല്ലാം എടുത്ത് വെളിയിലോട്ട്. ഇത് മുഴുവനും നെയ്യേ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉപയോഗിക്കുന്നില്ല. ക്വാളിറ്റിയുള്ള നെയ്യെല്ലാം തിരിച്ചു കൊണ്ടുവന്നിട്ട് കടകളിൽ കൊടുക്കുക. അപ്പം ഭക്തജനങ്ങൾ കൊടുക്കുന്നതൊന്നും ഗണപതിക്ക് എത്തുന്നില്ല, ശിവനെത്തുന്നില്ല, ബാക്കിയുള്ള ശ്രീകോവിലൊന്നും എത്തുന്നില്ല. ഇതെല്ലാം കട്ടുമുടിച്ചുകൊണ്ട് കൂട്ടുനിൽക്കുന്ന AOയും മറ്റ് ജീവനക്കാർക്കെല്ലാം അതിന്റെ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇത് അഴിമതിയാണോ അല്ലയോ എന്ന് നിങ്ങൾ പറ. ഇത് ചന്ദനമാണോ? ഭഗവാനെ വിറ്റ് പൈസ ഉണ്ടാക്കുക, ഗണപതിയെ വിറ്റ് പൈസ ഉണ്ടാക്കുക. ഇത് അനുവദിക്കുന്നില്ല. ഇത് ഞങ്ങൾ ഭക്തർ അനുവദിക്കുന്നില്ല.
അത് വെറും കുപ്പിയാണ്. എല്ലാം തട്ടിയാൽ നമുക്ക് പിന്നെ മഹസ്ര എഴുതാൻ പറ്റില്ല. മഹസ്ര എഴുതാൻ പാടായിരിക്കും. പക്ഷേ ഇത് അല്ല അസിസ്റ്റന്റ് കമ്മീഷനെ ബോധ്യപ്പെട്ടോ? ഇത് അസിസ്റ്റന്റ് കമ്മീഷനെ ബോധ്യപ്പെട്ടല്ലോ. നിങ്ങൾ എഴുതൂ നിങ്ങൾ മഹസ്ര എഴുതും, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനുള്ള ബാക്കിയുള്ളവരെല്ലാം ഇതിനകത്ത് അത്യാവശ്യം രണ്ട് സാക്ഷികൾ അതിൽ തിരി ഉണ്ടോ രണ്ടുപേര് മതി, 3 പേര് മതി. അതിൽ തിരി ഉണ്ടോ നോക്കേ. റീപ്ലേസ് ചെയ്താലേ ഇത് എഴുതാൻ പറ്റത്തുള്ളൂ. തിരിയാണോ? ഉള്ളോ? തിരിയാണോ? തിരിയുണ്ടോ? ഇത് പരിശോധിക്കണം. ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കണം. തിരിയാണ് കണ്ടോ? തിരി ഇതാക്കിയിട്ട് ചൂടാക്കി കരിച്ച് സാധാരണ പായസത്തിലോ ഉണ്ണിയപ്പത്തിലോ മായം ചേർത്താൽ നമുക്ക് മനസ്സിലാവും. ഇത് ചന്ദനത്തിൽ പോലും പ്രസാദത്തിൽ പോലും മായം ചേർത്തിട്ട് ക്ഷേത്രത്തിൽ തയ്യാറാക്കി കക്കൂസി കൊണ്ടുപോയി തയ്യാറാക്കി ബംഗാളികളെ കൊണ്ട് തയ്യാറാക്കുന്നു. അമ്പലത്തിലെ തിരി ഇവിടെ കിട്ടുന്നതല്ല ഇവിടെ കൊണ്ടുവന്നു. സാർ, ഇത് സ്വകാര്യ വ്യക്തിയുടെ വാടകയ്ക്കെടുത്ത കെട്ടിടമാണ്. അമ്പലത്തിലെ സാധനം ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. അമ്പലത്തിലുണ്ടോ? ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. ഇതെന്തു സാറേ? ആരുടെ കുടുംബത്തെ മാഡം ഇതെന്താണ് മാഡം പറയൂ. ഇത് അമ്പലത്തിലെ മാഡം പറയും എന്താണ് അങ്ങോട്ട് തിരികെ. ഇത് ക്ഷേത്ര ദേവസ്വം ബോർഡിന്റെ സ്വത്തുക്കളാണ്. ദേവസ്വം ബോർഡിന്റെ സ്വത്തുക്കളാണ്. ഇവിടെ കൊണ്ട് വിളിക്കേ എല്ലാവരും കൊണ്ടിട്ടുണ്ടോ? ഇത് ഈ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണോ? ശരി ശരി ശരി, ഇതെല്ലാം ഓക്കെ ഓക്കെ. ഞങ്ങൾ മാഡം പരിശോധിക്കുമല്ലോ. നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ ഇവിടെ. ബാക്കിയുള്ളവരെ നമുക്ക് എഴുതിക്കണം. ഇവിടെ ഓടിയാക്കുള്ള ഫോണാ. ഫോൺ എടുത്തോട്ടെ. അതിന്റെ കാര്യമില്ല. ഇത് ദേവസ്വത്തിന്റെ സംഗീത് KTR കൊള്ളയിലെ ഏതെങ്കിലും ജീവിതം ബാക്കിയുള്ളവരെ ഇറങ്ങണേ. ബാക്കിയുള്ളവരെ ഇറക്ക്. ഇവർ രണ്ടുപേരും മാഡം കൂടെ നിന്ന് ഇത് മെമ്പറില്ലേ? ഓക്കെ 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 ഓക്കെ, എല്ലാം എടുക്കാം. ഇത് മാഡം മറുപടി പറയുന്നില്ല. ഇത് മൗനം പാലിക്കല്ല സാർ. ഞാൻ എനിക്കറിയാൻ പറ്റില്ല. എനിക്കെങ്ങനെ ബോട്ടിലുണ്ടോ സാറേ? ഈ പൂജാസ്ഥാനങ്ങൾ ചെയ്യുന്നത് കണ്ടോ? ഇതാണ് ഇവിടെ കണ്ടത്. കണ്ടോ? മദ്യമാണ് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോഴാണ് മദ്യം കണ്ടല്ലോ. കൊട്ടാരക്കര ദേവസ്വം കൊട്ടാരക്കര ഇപ്പൊ മനസ്സിലായോ? എന്താ സാർ ആയിരക്കണക്കിന് കണ്ടല്ലോ. ക്ഷേത്രത്തിലെ മഹാപ്രസാദം ആയിരക്കണക്കിന് മദ്യക്കുപ്പികളാണ്. കണ്ടല്ലോ. ദൈവമേ, ഗണപതി ഭക്തന്മാരെ ഒന്നിറങ്ങണേ. കഴിഞ്ഞല്ലോ, കിട്ടിയല്ലോ. ഓക്കെ ഓക്കെ, ബാക്കിയുള്ളവര് ഒന്നിറങ്ങണേ. ഓക്കെ ഓക്കെ ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് മൊത്തം എഴുതിയിട്ടേ പോത്തോളൂ. വളരെ ഗുരുതരമായിട്ടുള്ള ഇങ്ങനെ വിളിച്ചത് മദ്യക്കുപ്പികളും അതേപോലെ തന്നെ ഗണപതിക്ക് ഫറ്റർ ഇതായിട്ട് നൽകുന്ന വഴിപാടായിട്ട് നൽകുന്ന കുറേയധികം സാധനങ്ങൾ ഈ വീട്ടിൽ നിന്നും ഇപ്പോൾ കണ്ടെത്തിയിട്ടിരിക്കുന്നുണ്ട്. ഉള്ള ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് മജിസ്ട്രേറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ക്രമീകരിച്ചു വരുന്നത്. വളരെ ഗുരുതരമായ ഒരു സംഭവമാണ് ഇപ്പോൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിനോട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടുള്ള ഈ ഒരു വീട്ടിലാണ് ഇത്തരത്തിലൊരു വലിയൊരു സംഭവം ഗൂഢസംഘം പ്രവർത്തിച്ചുകൊണ്ട് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രസാദം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടന്നു വന്നത്. അതിനോടൊപ്പം തന്നെ വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഈ ഒരു കക്കൂസിനോട് ചേർന്ന് മദ്യക്കുപ്പികൾ ഉൾപ്പെടെയുള്ള വളരെ മോശമായ അന്തരീക്ഷത്തിലാണ് ഇത്തരത്തിലുള്ള പ്രസാദം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രസാദവും ചന്ദനവും മറ്റുമൊക്കെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്, അത് തയ്യാറാക്കിയിരുന്നത്. ഇതുകൂടാതെ കൊട്ടാരക്കരയിൽ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രസാദ നിർമ്മാണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നാട്ടുകാരും ഫക്ടറും ഒക്കെ ചെന്ന് ഒന്നടങ്കം ചേർന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വളരെ വളരെ വലിയ രീതി ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫക്ടർ ഒന്നടങ്കം ഈ ഒരു വിഷയം അറിഞ്ഞ് ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ആദ്യം 2-3 മണിക്കൂർ പിന്നിട്ടതിന് ശേഷം താക്കോല് ഇവിടെ എത്തിച്ചുകൊണ്ടാണ് ഈ ഒരു വീട്
തുറന്നുകൊണ്ട് പരിശോധന നടത്താൻ പോലീസും അതേപോലെ തന്നെ അസിസ്റ്റന്റ് കമ്മീഷണറും ഉൾപ്പെടെയുള്ള സംഘം തയ്യാറായത്. ആദ്യഘട്ടത്തിൽ ഭക്തർ വലിയ രീതിയിൽ പ്രക്ഷോഭം ഉണ്ടാക്കിയാൽ പോലും ആദ്യഘട്ടത്തിൽ ഇവർ തയ്യാറായിരുന്നില്ല. ഏകദേശം 3 മണിക്കൂർ പിന്നിട്ട ശേഷമാണ് ഇത്തരത്തിൽ ഇവർ ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തി. ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മജിസ്ട്രേറ്റ് തയ്യാറാക്കിയാണ്. ഇപ്പോൾ ഈ ഫോണിന്റെ ചാർജ് തീർന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ലൈവ് അവസാനിപ്പിക്കുന്നത്. ഉടൻ തന്നെ മറ്റൊരു ലൈവായിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും. നമ്മളാണ് ഈ ഒരു വിഷയം, കൊട്ടാരക്കര ന്യൂസാണ് ആദ്യം ഈ വിഷയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചേർന്ന് ആദ്യ മണിക്കൂറുകൾ മുതൽ തന്നെ ഭക്തരോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെയുള്ള ലൈവുകൾ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തുടർ നടപടികളും അതുപോലെ തന്നെ ഇതിന്റെ തുടർ അപ്ഡേറ്റുകളും ഉടൻ തന്നെ പ്രേക്ഷകരുമായിട്ട് എത്തിക്കുന്നതായിരിക്കും. ലൈവ് താൽക്കാലികമായി ഇവിടെ അവസാനിപ്പിക്കുന്നു. പരമാവധി എല്ലാവരും ഇത്രയും ഗുരുതരമായ ഒരു വിഷയം പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക.